Hello. Welcome to market discussion of the day. Today is September 22nd, 2025. Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകുന്നത് നമ്മൾ ഈ ആഴ്ച നടക്കാൻ പോകുന്ന മേജർ ഈവൻസിനെ കുറിച്ചായിരിക്കും അല്ലേ. സോ അത് തന്നെ നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു എന്താ പറയുക പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ ഈ ആഴ്ചത്തെ ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ആഴ്ചത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കൊരു ടെക്നിക്കൽ വീക്കായിട്ട് ഈ വീക്കിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. സോ ടെക്നിക്കൽ വീക്ക് എന്ന സെൻസ് നമുക്ക് ന്യൂസുകളൊന്നും വലിയ ന്യൂസുകളൊന്നുമില്ല. ആപ്പാടെ ഒരു ദിവസം വ്യാഴാഴ്ച മാത്രമാണ് മാറി നിൽക്കണം എന്നുള്ള ഒരു ദിവസം. കാരണം അത് GDP അനൗൺസ്മെൻ്റ് ആണ്. US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ആഴ്ചത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത്. സോ ഇന്ന് നമുക്ക് വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടാവും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ടൈമിൽ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ. സോ അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ നോക്കാൻ നേരത്ത് നാളെ നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. വൈകുന്നേരം 3 മണി UK ടൈമിങ്ങിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ടാവും. ഓക്കെ. വൈകുന്നേരം 7:35 ഫെഡ് ചെയർസ് പവൽ സ്പീച്ച് ഉണ്ട്. സോ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക, പ്രത്യേകിച്ച് പവലിൻ്റെ സ്പീച്ച്. ഓക്കെ. അതേപോലെ മറ്റന്നാൾ നമുക്ക് ന്യൂ ഹോം സെയിൽസും ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ട്. അതും വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ ക്രൂഡ് ഓയിലൊന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അതിൻ്റെ പിറ്റേന്ന് നമുക്ക് വ്യാഴാഴ്ച തേഴ്സ്ഡേ നമുക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. GDP അനൗൺസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. സോ എന്താ വരാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാത്തൊരു സംഭവമാണ് GDP അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അത് ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുകയും ചെയ്യണം. വ്യാഴാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് ഈ ഒരു ന്യൂസിന് മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. സോ വ്യാഴാഴ്ച ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡറും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും അതേ സമയത്ത് വരുന്നു എന്നുള്ളത് ആ ഒരു സമയത്തിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നുമുണ്ട്. സോ വെള്ളിയാഴ്ച നമുക്ക് കോർ PCE പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ന്യൂസ് മാത്രമാണ് ഉള്ളത്. സോ അതും വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ കമ്മിങ് ടു നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ, ഒരുപാട് ന്യൂസുകളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. സോ അതിന് ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ഫ്രാൻസിലുള്ള പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. ഫ്രാൻസിൽ 24 തീയതി വരെയാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ള സമയം ഗവൺമെൻറ്റിന്. സോ അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. സോ അതല്ലാതെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒക്കെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ എഫക്റ്റായിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഈ ആഴ്ച നമുക്ക് നോക്കിക്കാണാനായിട്ടുള്ള കാര്യം. വലിയ രീതിയിൽ പേടിക്കാതെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന വീക്കാണ് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY 148.894 നിൽക്കുന്നു. 148ൻ്റെ മുകളിലായിട്ടായിരുന്നു ഇന്ന് മിക്ക ക്യാൻഡിൽസും ഓപ്പൺ ആയത്. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ 148ൻ്റെ മുകളിലായിട്ട് ഏഷ്യൻ സെഷൻ ഓപ്പണായി. അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്പ് സെഷൻ ഓപ്പൺ ആയപ്പോഴും 148ൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു. ഓക്കെ. സോ 148ൻ്റെ മുകളിലായിട്ട് ഏഷ്യയും യൂറോപ്പും ഓപ്പണായി. പക്ഷേ നമ്മളുടെ ഏഷ്യ ക്ലോസ് ആയ സമയത്ത് 148ൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയി എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ഓക്കെ.
ഒരു കൺസേൺ ആണ്. സോ അതുകൊണ്ടിട്ട് നമുക്ക് ഇന്ന് തൽക്കാലം JPYയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് JPYയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്, ഇന്ന് രാത്രിയിൽ മാർക്കറ്റ് അവസാനിക്കുന്നത് 148 താഴെയാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 148 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. നേരെ മറിച്ച് ഇന്ന് അവസാനിക്കുന്ന 148 മുകളിലാണ്, നാളെ രാവിലെ 7:30 മണിക്ക് 148 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് വെച്ചാൽ 148 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 147.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 148 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട കാര്യം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ നേരെ നമ്മൾ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ 1.17679 നിൽക്കുന്നു. താഴെ ലോ പോയത് 1.17200 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം എവിടെയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഓപ്പർച്യൂണിറ്റി. 101.1800 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സെയിം ഓപ്പർച്യൂണിറ്റി, കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വീണ്ടും നമുക്ക് കിട്ടാൻ പോവുകയാണ്. 1.1800 അടുത്ത് 17950 റേഞ്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെൽ ലിമിറ്റ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണം 1.1870 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം, നിർബന്ധമായിട്ടും ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3496 നിൽക്കുന്നു. ഇന്ന് ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ ബെയ്ലിയുടെ സ്പീച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് ചിലപ്പം നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ 1.3500 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് മിക്കവാറും ഒന്നും കൂടെ 1.3460 വരെയെങ്കിലും നമുക്ക് ബെയ്ലിയുടെ സ്പീച്ചിന് മുന്നേ ആയിട്ട് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ കിട്ടിയാൽ 1.3460 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ടൈറ്റായിട്ട് 1.3430 താഴെ സ്റ്റോപ്പ് ലോസ്, 30യിലും സ്റ്റോപ്പ് ലോസ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് GBPയുടെ കാര്യം പ്ലാൻ ഔട്ട് ചെയ്യാം. ചെറിയതായിട്ടൊന്ന് റീട്രേസ് ചെയ്ത് താഴെ കിട്ടുമ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് 1.3500. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഈസ് ട്രേഡിംഗ് അറൌണ്ട് 3723. ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ഇന്ന് നമുക്ക് 3680 അടുത്തുനിന്ന് ബൈ ചെയ്യണം. ബൈ ആയിരുന്നു റെക്കമെൻഡേഷൻ. പക്ഷേ മാർക്കറ്റ് ഞാനൊക്കെ ഇവിടെ UK എഴുന്നേൽക്കുമ്പോൾ തന്നെ മാർക്കറ്റൊക്കെ 3700 കടന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്നൊന്നും എനിക്ക് പറയാനായിട്ടില്ല. താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ ബൈ എടുക്കുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ഇടണം ഫസ്റ്റ് കാര്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ലോട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 3680 അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്യുക. 3700 അടുത്ത് കിട്ടിക്കഴിഞ്ഞാലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. വേറൊരു ഓപ്പർച്യൂണിറ്റിയും എൻ്റെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ടില്ല. അല്ലാത്ത പക്ഷം 3730 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം നമുക്കിവിടെ വരെ ഒന്നും കൺഫേം ആയിട്ടില്ല. ഒരൊറ്റ 4 അവർ ക്യാൻഡിലാണ് 3720 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതും ഒരു മാർക്കറ്റ് ഓപ്പണിങ്, മാർക്കറ്റ് ക്ലോസിങ്ങിന് 3720 ആയിരിക്കും ഇനിയുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഈവൻ നമുക്ക് US സെഷൻ തുടങ്ങുന്ന സമയത്ത് 3720 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് 3720 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഗോൾഡിൽ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ദിശ ഏകദേശം നാളെയൊക്കെ ആകുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് കറൻസീസിൽ ട്രേഡ് ചെയ്യാം. പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി യൂറോയിൽ 1.1800 അവിടെ കിട്ടിയാൽ സെല്ല് ചെയ്യുക.
ഓക്കെ. GBP 1.3460 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. ഈ രണ്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിൽ ഈവൻ ഒരു 0.5 ലോട്ട് 0.3 ലോട്ടൊക്കെ എടുത്താൽ പോലും നമുക്കൊരു $5 മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ $100-150 പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അത് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.